കൊട്ടിക്കയറുന്ന പാണ്ടിമേള, ചെറുകുളിരിൽ ആസ്വാദന കൊടുമുടിയിലെത്തിക്കുന്ന പഞ്ചവാദ്യം, പ്രകമ്പനം സൃഷ്ടിക്കുന്ന രാത്രി വെടിക്കെട്ട്, ഉറക്കമിളച്ച് വർഷങ്ങളായി രാത്രിപൂരത്തിനെത്തുന്ന പൂരപ്രേമികൾ പക്ഷേ ഏറെ നിരാശരായാണ് തൃശൂരിൽ നിന്ന് മടങ്ങിയത്. ജനസാഗരങ്ങൾ ഒഴുകിയെത്തി പകൽ മുഴുവൻ മേളാവേശത്തിലായിരുന്നു തൃശൂർ. പക്ഷേ അതിന്റെ മാറ്റ് കെടുത്തിക്കൊണ്ടുള്ള പോലീസ് നിയന്ത്രണങ്ങളിൽ തുടങ്ങിയിരുന്നു തർക്കങ്ങളും പരിഭവങ്ങളുമൊക്കെ. എന്താണ് പൂരത്തിനിടെ സംഭവിച്ചത്? ആരാണ് കാരണക്കാരൻ? എവിടെയാണ് പിഴച്ചത്? ദീപക് മലയമ്മ വിശദീകരിക്കും. വെള്ളിയാഴ്ച തുടങ്ങിയ പൂരം അത് കുടമാറ്റം ഉൾപ്പെടെ നിരവധി സസ്പെൻസുകൾ ഒരുക്കി വെച്ചുവെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി ആ സസ്പെൻസുകൾ അല്പം സന്തോഷം നൽകുന്നതല്ലാതെയായി മാറി എന്നുള്ളതാണ് ദുഃഖകരമായ സാഹചര്യം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കർശന നിയന്ത്രണങ്ങളാണ് ഈ തവണത്തെ പൂരത്തിലുണ്ടായിരുന്നത്. മുൻകാലങ്ങളിൽ നിന്നും ഭിന്നമായിക്കൊണ്ട് പലയിടങ്ങളിലും അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേര് പറഞ്ഞ് പോലീസ് ബാരിക്കേഡ് കെട്ടി ആളുകളെ നിയന്ത്രിക്കുന്നതൊക്കെ തന്നെ കാണുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടി കൃത്യമായി സംഭവിക്കുന്നത് മടത്തിൽ വരവ് പഞ്ചവാദ്യമൊക്കെയായി തിരുവമ്പാടി ദേവസ്വം ശ്രീമുഖ സ്ഥാനത്തേക്ക് കടന്നു വരുന്ന ആ ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് തന്നെ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിക്കുന്നു. അത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാരണങ്ങൾ നിരത്തിയാണ് പോലീസ് അങ്ങനെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതിനുശേഷം കൃത്യമായി തന്നെ ഈ വെടിക്കെട്ടിനുള്ള ക്രമീകരണങ്ങൾ ആദ്യഘട്ടത്തിൽ പാറമേക്കാവ് പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കൽ കഴിഞ്ഞതിന് ശേഷം തിരുവമ്പാടിയുടെ ഭാഗത്തെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് പോലീസ് വീണ്ടും വിതർക്കം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. പോലീസ് വെടിമരുന്ന് നിറയ്ക്കുന്ന കാര്യത്തിലടക്കം കൂടുതൽ ആളുകളെ ആ പ്രദേശത്ത് നിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്തു. രാവിലെ മുതൽ തന്നെ ക്ഷമിച്ചിരുന്ന തട്ടകങ്ങൾ, പ്രത്യേകിച്ച് തിരുവമ്പാടി, ആ കാര്യത്തിൽ ഒരു പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് പോയി. നായ്ക്കനാലിലെയും നടുവനാലിലെയും ഒക്കെ ചമയപ്പന്തലുകൾ അല്ലെങ്കിൽ ആ കാഴ്ചപ്പന്തലുകളിലെ ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് പ്രത്യക്ഷ പ്രതിഷേധം തിരുവമ്പാടി അറിയിച്ചു. പിന്നീട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകുമായി വാക്തർക്കത്തിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ അത് വളരെ നല്ല കാര്യമാണ്. അത്തരം ഇടപെടൽ ഉണ്ടാവുകയും വേണം. പക്ഷേ അത് ആളുകൾക്ക് പൂരം ആസ്വദിക്കുന്നതിൽ നിന്ന് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിലേക്ക് പോയി എന്നുള്ളതാണ്. പുലർച്ചെ 3:30 അകം അല്ലെങ്കിൽ 3 മുതൽ 4 വരെയുള്ള സമയത്തിനകം നടക്കേണ്ട വെടിക്കെട്ട് അത് പിന്നീട് നീണ്ട 7:15 ആദ്യമായി പാറമേക്കാവിൻ്റെ ആ വെടിക്കെട്ടിന് തിരികൊളുത്തുന്ന സാഹചര്യമുണ്ടായത്. അതുവരെ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ആളുകൾ സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിൽ നിന്ന്, സംസ്ഥാനത്തിന് പുറത്തു നിന്ന്, വിദേശത്ത് നിന്നൊക്കെ വെടിക്കെട്ട് കാണാനെത്തിയ ആളുകൾ അങ്ങനെ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന നിരാശയോടെ പലരും മടങ്ങിപ്പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. മന്ത്രിമാരുൾപ്പെടെ ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് ഒരു സമവായ ചർച്ചയും ഒടുവിൽ ആ വെടിക്കെട്ട് നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ആ വെടിക്കെട്ട് നടത്തിയതിൽ തന്നെ ആളുകൾ അത്ര കണ്ട് നിരാശരാണ്. കാരണം ശബ്ദം കേൾക്കുക എന്നതിനപ്പുറത്ത് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന്റെ പ്രത്യേകത ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയങ്ങളാണ്. ആ കാഴ്ചകൾ ഇത്തവണ അന്യമായി പോയി എന്നുള്ള വിഷമം പൂരാസ്വാദകരെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പകൽപൂരത്തിന്റെ സമയക്രമത്തിലും വലിയ തരത്തിലുള്ള മാറ്റം വന്നു. പകൽപൂരം ഏതാണ്ട് 8 മണിക്ക് ശേഷം 9 മണിയോടുകൂടിയാണ് പകൽപൂരം ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങുകളായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പകൽപൂരത്തിന് ഏറ്റവും ഒടുവിൽ നടക്കുന്ന വെടിക്കെട്ടിന്റെ കാര്യത്തിൽ പോലും അത് വളരെ വൈകിയ വേളയിൽ നടക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പൂരാസ്വാദകരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അനിയന്ത്രിതമായി വരുന്ന ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ കൃത്യമായ ഒരു പ്ലാനിംഗ് ഇല്ലാതെ വരുന്ന നീക്കങ്ങൾ അത് പൂരത്തിന്റെ ആവേശം തല്ലിക്കെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെ പറയാം. അടുത്ത വർഷം 2025 മെയ് 6 തീയതിയിലേക്ക് പൂരം എത്തുമ്പോഴെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം പുരാസ്വാദകർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം ഒരിടത്ത് അങ്ങനെ ചൂടോടുകൂടി നടക്കുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ ആ ചൂടും വീറും വാശിയുമുണ്ട്. അവിടേക്ക് കൂടി ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഉയരുന്നത് കൂടി ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആരും തൃശ്ശൂർക്കാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാഭവും നേടാൻ തയ്യാറാകില്ല. അങ്ങനെ ആരെങ്കിലും ലാഭം നേടാൻ തൃശ്ശൂരിനെ കരുവാക്കിയാൽ തൃശ്ശൂർക്കാർ അത് തിരിച്ചറിഞ്ഞ് ഉയർന്ന ബോധത്തോടെ പെരുമാറാനുള്ള നല്ല പക്വതയും ബോധവും ഉള്ളവരാണ് തൃശ്ശൂർ. ദേവസ്വങ്ങൾ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കും. സ്ഥാനാർത്ഥികൾ എന്തടിസ്ഥാനത്തിലാണ് ഒത്തുതീർപ്പ് ചർച്ചയിൽ പങ്കെടുത്തത്? ഞാൻ സ്ഥാനാർത്ഥിയാണ്. ഞാനപ്പോൾ ഇത് വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പിന്നെ അപ്പോൾ പ്രതികരിക്കാതിരുന്ന പ്രശ്നം തീരണം എന്നുള്ള ഉദ്ദേശമില്ല. എന്തുകൊണ്ട് പോലീസിനെ ഭരണകൂടം നിയന്ത്രിച്ചില്ല? എന്തുകൊണ്ട് സംസ്ഥാന ഭരണ തലവൻ ഇതിലിടപെട്ടില്ല? ഇത് ഒരു അഡ്ജസ്റ്റ്മെൻ്റിൻ്റെ ഭാഗമാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞങ്ങൾ തുടക്കം മുതൽക്ക് തന്നെ ഒരു BJP CPM ബാന്ധവം ഇവിടെ ഉണ്ട്.